ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ബേസിക് സയൻസിൻ്റെ 1ാമത്തെ യൂണിറ്റ് എല്ലാ ഭാഗവും അതിൻ്റെ നോട്ട്സും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ 2ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. ആദ്യം മലയാളം മീഡിയമാണ് നോക്കുന്നത്, അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. വ്യാധികൾ പടരാതിരിക്കാൻ, വ്യാധികൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, അസുഖങ്ങൾ പടരാതിരിക്കാൻ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. താഴെ ഒരു ചിത്രം നോക്കൂ. ഒരു ഡോക്ടർ അടുത്തേക്ക് ഒരു അമ്മ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നു, എനിക്കും ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? ചേച്ചിക്കും അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് തന്നെ അത് അവരിൽ നിന്നും പകർന്ന പനിയായിരിക്കാം. മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് പ്രിക്വേഷൻസ് എടുക്കണം അല്ലേ. അവരിൽ നിന്നൊക്കെ രോഗം വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കണം. അതുപോലെ തന്നെ അവർ തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുമ്പോൾ വായും മൂക്കും പൊത്താനൊക്കെ മറക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അവയെല്ലാം പകരുന്നവയാണോ? നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരം തിരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നുള്ളതാണ്. പകരുന്ന രോഗങ്ങളിൽ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോണ്, തിമിരം, അപസ്മാരം, ആസ്മ, ഹൈപ്പർ ടെൻഷൻ. ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ നമുക്ക് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ, ഇങ്ങനെയാണ് ഈ രണ്ടും പട്ടികപ്പെടുത്തേണ്ടത്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മഹാമാരികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, ഇപ്പം അടുത്ത് വന്ന COVID-19. ഇതൊക്കെ മഹാമാരികളാണ്. അപ്പോൾ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെ വ്യാപിക്കുന്ന രോഗങ്ങളെയാണ്. ഇനി രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? അതിന് എല്ലാ രോഗങ്ങളും നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയൊന്നുമില്ല. പകരുന്ന രോഗങ്ങൾ മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. പകരാത്ത രോഗങ്ങളൊന്നും നമുക്ക് വരില്ല. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കാം? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? പകർച്ചവ്യാധിക്ക് കാരണമാകുന്നത് അതിലെ രോഗാണുക്കൾ തന്നെയാണ്. നമുക്ക് കാണാനൊന്നും സാധിക്കില്ല, പക്ഷേ അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമെന്ന് മാത്രം. അപ്പം അതിൻ്റെ രോഗകാരികൾ, പാത്തോജൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ണുകൊണ്ട് നേരിൽ കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, അതുപോലെ തന്നെ വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ നമ്മൾ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. ഇനി ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറസിന്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവും കൊടുത്തിട്ടുണ്ട്. ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എന്നുള്ളതാണ്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളൊന്നല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. അവയുടെ നമ്മുടെ ആഹാരത്തിനും ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഒന്ന് ദോശമാവ് പുളിക്കുന്നത്, അതിൽ ചില ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ടാണ് ദോശമാവ് നമ്മൾ അരച്ചു വെച്ചാൽ അത് പുളിക്കുന്നത്. അതുപോലെ തന്നെ മോര് തൈരാകുന്നത്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അങ്ങനെ മണ്ണ് ഫലഭൂയിഷ്ഠമായി മാറുന്നതും അങ്ങനെയാണ്. അതുപോലെ സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഉപകാരികളാവുന്നത് നമ്മളിവിടെ പറഞ്ഞു. എന്താണ്? നമ്മുടെ ദോശമാവ് പുളിക്കുന്നത് അല്ലേ. ഒന്ന് ദോശമാവ് പുളിക്കുന്നത്, അതുപോലെ തന്നെ മോര് തൈരാകുന്നത്, അതുപോലെ നമുക്ക് എഴുതാവുന്നതാണ്
ഈ മണ്ണിലെ ജൈവങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് ലവണങ്ങളാക്കുന്നത്. ഓക്കെ, അതൊക്കെ പ്രധാനമായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ ഉപകാരങ്ങളാണ് കാണിക്കുന്നത്. ഇനി ഫംഗസുകളുടെ ലോകമാണ് നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ. റൊട്ടിയിൽ പൂപ്പൽ വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഓരോ തരം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാകുന്ന കൂണ് മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. ഇനി രോഗങ്ങൾ പകരുന്ന വഴികൾ. നമുക്ക് എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത് എന്നാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ചിത്രമുണ്ട്, അതിന്റെ സാഹചര്യം നോക്കൂ. ഇപ്പോൾ പപ്പായ മുറിച്ചു വെച്ചു, അതിൽ ഈച്ച വന്നിരുന്നു. അതുപോലെ തന്നെ ആപ്പിള്, പഴം, ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെയുള്ള ഫംഗസുകളൊക്കെ വരും, അതുപോലെ ബാക്ടീരിയകളൊക്കെ വരും. അത് നമ്മൾ എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണമാകും. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറക്കുന്നത് എന്തിന്? കാരണം നമുക്ക് അസുഖം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അത് പുറത്തേക്ക് വന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനാണ് നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറക്കുന്നത്. ഓക്കെ, ഇനി ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇത്തരത്തില് ഈച്ച, കൊതുക്, അത്തരം പ്രാണികളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുള്ള പല ബാക്ടീരിയാസിൽ നിന്നും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം അടച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ചർച്ച ചെയ്ത് ആശയ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെയും വായുവിലൂടെയും വരുന്നത്. ഒന്ന് വിരശല്യം, അതുപോലെ ടെറ്റനസ്. ഇനി വായുവിലൂടെയാണെങ്കിലോ ക്ഷയം കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ, COVID-19, മീസിൽസ്, ഇതൊക്കെ എഴുതാവുന്നതാണ്. ഇനി ജലവും ഭക്ഷണവും വഴി വരുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ് മാത്രമല്ല, വയറിളക്കം, കോളറ, പോളിയോ, ഇതൊക്കെ വരുന്നത് ഇത്തരത്തിലൂടെയാണ്. ഇനി രോഗാണുവാഹകരിൽ നിന്ന് വരുന്നത് ഏതൊക്കെയാണ്? രോഗാണുവാഹകരിൽ നിന്ന് വരുന്നത് മണ്ണിലൂടെ വരും. ഓക്കെ, മണ്ണിലൂടെ, അതുപോലെ തന്നെ മണ്ണിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെങ്കിപ്പനി, രോഗാണുവാഹകർ വരുന്നത് ഒരു രോഗം എന്ന് പറയുന്നത് ഡെങ്കിപ്പനി അല്ലേ? ഡെങ്കിപ്പനി, അതിൻ്റെ കൂടെ നമുക്ക് മന്ത്, ചിക്കൻ ഗുനിയ, ഇതൊക്കെ വരുന്നത് കൊതുകിലൂടെയാണ്. അപ്പോൾ അവിടെ ഹെഡിങ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് കൊതുക് എന്നാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത്, അടുത്തൊരു സെക്ഷനാണ് ഈച്ചയിലൂടെ വരുന്നത്. ഈച്ചയിലൂടെ ടൈഫോയിഡ്, കോളറ, ഇതൊക്കെയാണ് വരുന്നത്. ഇനി മനുഷ്യരുടെ കുഷ്ഠം, അതുപോലെ തന്നെ ചെങ്കണ്ണ്, ഇത് രണ്ടും വരും. പക്ഷികളിൽ നിന്നാണെങ്കിൽ പക്ഷിപ്പനി, അതുപോലെ തന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഇതൊക്കെ വരുന്നത് പക്ഷികളിൽ നിന്നാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? എന്തൊക്കെയാണ്? നമുക്കറിയാം, ഈച്ച, കൊതുക്, വവ്വാല്, അല്ലെ? ഇതിൽ നിന്നൊക്കെ നമുക്ക് രോഗങ്ങൾ വരാറുണ്ട്. എലി, ചെള്ള്, ഇതിൽ നിന്നൊക്കെ വരും. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ട്രോസ് എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് രോഗാണുവാഹകർ. ആരാണോ രോഗത്തെ വഹിച്ചു കൊണ്ടുപോരുന്നത് അവരാണ് രോഗാണുവാഹകർ എന്ന് മനസ്സിലാക്കുക. ഇനി പരിസരം മലിനമാകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചിത്രം നോക്കൂ. സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുമില്ല. ഒന്നാമത്തെ എന്താണ്? നിറച്ച് കച്ചറ കിടക്കുകയാണല്ലേ. അവിടെ കാക്കയും പട്ടിയും എല്ലാം വന്നിട്ട് ആ കച്ചറയൊക്കെ എടുക്കുന്നുണ്ട്. ആ കുട്ടി മൂക്ക് പൊത്തിയാണ് അവിടെ നിന്നും പോകുന്നത്. രണ്ടാമത്തേത് സെയിം ആണ്, അവിടെ എലിയും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തേത് നമ്മുടെ കൊതുക് വന്നിട്ട് വെള്ളത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള രോഗാണുവാഹകര് പെരുകുന്നത്. ഇനി ഈ രോഗാണുവാഹകര് പെരുകുന്ന സാഹചര്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുകാനുള്ള കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈച്ച പെരുകുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്?
ഈച്ച പെരുകാൻ ഈ മാലിന്യങ്ങളിൽ നിന്നാണ് അല്ലേ, മാലിന്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈച്ചകൾ പെരുകാറുള്ളത്. ഇനി കൊതുക്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ടു വളരുന്നു. അതുകൊണ്ടാണ് കൊതുക് ഇത്രയധികം വളരുന്നത്. ഇനി എലിയാണെങ്കിലോ, എലിയാണെങ്കിൽ നമ്മുടെ വൃത്തിഹീനമായ പല സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് എലികളും പെരുകുന്നത്. ഇനി രോഗാണുവാഹരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ്. രോഗാണുവാഹകരെ ചെയ്യാൻ നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാറുണ്ടല്ലേ നമ്മൾ. അപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുക, നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയോടെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ചിരട്ടകളിലോ വെള്ളം എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കമഴ്ത്തിയിടാനും ശ്രദ്ധിക്കുക. അതുപോലെ കൂടുതൽ പുല്ലൊന്നും വളരാതെ അതൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഇടാനും ശ്രദ്ധിക്കുക. ഇനി കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? പോരാ, നമ്മുടെ വീട്ടിൽ മാത്രമല്ല ചുറ്റുപാടൊക്കെ നമ്മൾ വൃത്തിയാക്കണം. ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. കൊതുക് പറയാണ്, ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും കൊതു വളരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് അല്ലേ? ശരിയാണ്. ഇനി കൊതുക് ഇവിടെ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക. അതുപോലെ തന്നെ കൊതുകിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊതുക് തിരി, അതുപോലെ ബാറ്റ് എന്നിവ നമ്മൾ ഉപയോഗിക്കുക. അത് കൂടാതെ തന്നെ കൊതുക് വളരുന്ന സ്രോതസ്സിനെ നമ്മൾ ഇല്ലാതാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? പോരാ, നമുക്ക് പരിസരം മാത്രം ശുചിത്വം ഉണ്ടായാൽ പോരാ, നമ്മൾ വീടിനുള്ളിലും നമ്മുടെ ആഹാരത്തിനും എല്ലാം നമ്മൾ ശുചിത്വം വേണം. ഇവിടെ രോഗം വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക, ശുചിമുറികൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ചപ്പുചവറുകളൊന്നും നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിയിടാതിരിക്കുക, ചിരട്ട, പ്ലാസ്റ്റിക് പാത്രങ്ങൾ അത്തരം പാത്രങ്ങളിലൊന്നും വെള്ളം നിറയാതിരിക്കാൻ ശ്രദ്ധിക്കുക, പുല്ലുകളും പാഴ്ചെടികളും ഒക്കെ വെട്ടി അവിടെ വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഇത് വീട്ടിലായാലും വിദ്യാലയത്തിലായാലും നമ്മൾ ചെയ്യേണ്ടതാണ്. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? ആണോ? അല്ല, മനുഷ്യനെ മാത്രമല്ല അതുപോലെ തന്നെ മൃഗങ്ങളെയും ബാധിക്കാറുണ്ട്. പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? ചില നിറങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പം നെല്ലിലെ തവിട്ട് ഇല പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പു ചീയൽ, ഇതൊക്കെ മരങ്ങൾക്ക് വരുന്ന രോഗങ്ങളാണ്. ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് ശുചിത്വം, പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വം? അതെ, പ്രധാനമാണ്. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ടിക്ക് ചെയ്യുക. 1. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അത് ശരിയല്ല, ഭക്ഷണത്തിന് മുന്നേയും നമ്മൾ കൈ കഴുകണം. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. ശരിയാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. നല്ലതാണോ? അല്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് നല്ല ശീലമാണ്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ലതല്ല. അവരിൽ നിന്നും നമുക്ക് ബാക്ടീരിയകളും ഫംഗസുകളും വരാൻ ചാൻസ് ഉണ്ട്. തുറന്നു വെച്ച് വിൽക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അത് നല്ലതാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അത് ചീത്ത ശീലമാണ്. നമ്മൾ ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അതും നല്ല ശീലമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് രോഗപ്രതിരോധ ശേഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. ഓക്കെ, ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയൊന്നും ഉണ്ടാവണമെന്നില്ല. ഓരോ ശരീരത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. പോളിയോ, ഹൈപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശക്തി ഉണ്ടാകാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷനുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ
സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയാം. നാച്ചുറലായിട്ടുള്ളതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നർത്ഥം. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഇത്തരത്തിലുള്ള കുത്തിവെപ്പുകളിലൂടെയാണ്. ഇനി ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈയിടെയായിട്ടുണ്ടായ COVID-19 നമ്മൾ വാക്സിൻ എടുത്തിട്ടുള്ളതാണ്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അതുപോലെ 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകളുണ്ട്. നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും, നിങ്ങളൊക്കെ അത് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ വാക്സിനേഷൻ്റെ ഒരു ചാർട്ടുണ്ട്. BCG ബാസിലസ് കാൽമറ്റ്, അതുപോലെ OPV ഓറൽ പോളിയോ വാക്സിന്, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ ഒരുപാട് വാക്സിനേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതിരോധ വാക്സിനേഷനുകൾ, വാക്സിൻ പേര് പോളിയോ വാക്സിൻ എടുക്കുന്നത് എപ്പോഴാണ്, അതിൻ്റെ പ്രായം, ഇതൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എഴുതാവുന്നതാണ് എപ്പോഴാണ് ഓരോ വാക്സിനും നിങ്ങൾ എടുക്കേണ്ടത് എന്ന്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ വാക്സിനും കൊടുക്കേണ്ടത്. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നാടകം, പാവനാടകം, കാർട്ടൂണ്, പോസ്റ്റർ, സെമിനാറുകൾ നടത്താം. അതുപോലെ തന്നെ നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലേ? നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ചർച്ച ചെയ്തു. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നോട്ട്സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.